51 അക്ഷരദേവതകളുടെ ക്ഷേത്രമായ പൗർണമിക്കാവിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. രാജസ്ഥാനിൽ നിന്നും 2 വർഷങ്ങൾക്ക് മുൻപ് പണി പൂർത്തിയാക്കി എത്തിച്ച വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിച്ചത്. അത്യപൂർവ പ്രതിഷ്ഠാകർമ്മങ്ങൾക്കും വിശുദ്ധാനുഷ്ഠാനങ്ങൾക്കും സാക്ഷിയാകാനെത്തിയത് ആയിരക്കണക്കിന് ഭക്തരാണ്. പൗർണമിക്കാവ് ബാലത്രിപുര ക്ഷേത്രത്തിൽ പൗർണമി ദിവസമായ ഇന്ന് രാവിലെ ആദിശക്തി ദേവിയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. ഇതോടൊപ്പം രാജമാതംഗി ദേവിയുടെയും ആദിദുർഗാദേവിയുടെയും പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളും നടന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കറുത്ത മാർബിൾ ശിലയിൽ തീർത്ത ദേവീ വിഗ്രഹങ്ങളാണിവ. ഈ വിഗ്രഹം രാജസ്ഥാനിൽ നിന്നാണ് കൊത്തി ട്രെയിലർ മാർഗം റോഡിലൂടെ കൊണ്ടുവന്നത്. ഇന്ത്യയിലെമ്പാടുമുള്ള ഭക്തജനങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. വിദേശത്തു നിന്നുള്ള ആൾക്കാരും ധാരാളമായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ശങ്കരസുബ്രഹ്മണ്യ ഭട്ട് ആദിശക്തി വിഗ്രഹത്തിന് ആരതി ഒഴിഞ്ഞ് തുടക്കം കുറിച്ച ചടങ്ങുകളാണ് ഇന്ന് പൂർത്തിയായത്. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ മുഖ്യപുരോഹിതനായ ശങ്കരസുബ്രഹ്മണ്യ ശിവാചാര്യർ, തിരുനെൽവേലി ത്രിപുരാന്തീശ്വരൻ ക്ഷേത്രത്തിലെ മുഖ്യപുരോഹിതനായ ശിവശ്രീ ഭാഗ്യരാജ് ശിവാചാര്യർ, അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലെ മുഖ്യപുരോഹിതൻ അശോക് ഭട്ടാചാര്യ, പൗർണമിക്കാവ് ക്ഷേത്രം മഠാധിപതി സിൻഹ ഗായത്രി എന്നിവർ ചേർന്നാണ് ചടങ്ങുകൾ നടത്തിയത്. രാവിലെ 10 മുതൽ തന്നെ ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരവും ഒരുക്കിയിരുന്നു. പുലർച്ചെ 4:30 പതിവ് പൗർണമി പൂജകൾക്കൊപ്പം തന്നെ വിശിഷ്ടമായ പൂജകളുമായി ചടങ്ങുകൾ ആരംഭിച്ചു. വൈകുന്നേരം മഹാദീപാരാധനയ്ക്ക് ശേഷമുള്ള 1008 പേർ അണിനിരക്കുന്ന ലളിതാ സഹസ്രനാമ ജപവും നൃത്തപരിപാടികളും ഖണ്ഡാകർണൻ, വസൂരിമാല, രക്തചാമുണ്ടി എന്നീ തെയ്യരൂപങ്ങളുടെ അവതരണവും ഇന്നേ ദിവസത്തിന്റെ പ്രത്യേകതയാകും. തുടർന്ന് 50 കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ട വ്യക്തികൾ നക്ഷത്രവിളക്കുകൾ തെളിയിക്കും. പിന്നീട് വലിയ പൂപ്പടയ്ക്ക് ശേഷം രാത്രി 9 മണിക്ക് വലിയ കുരിശിയോടെ നടയടയ്ക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.